ദൈവകൃപയുടെ ആഴമേറിയ ദിവസങ്ങളിലേക്കും കാലങ്ങളിലേക്കും നമ്മൾ ഒരുങ്ങുകയാണ്. മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട ജീവിതങ്ങൾ ഈ കാലഘട്ടത്തിൽ വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. അതിന് വലിയ ഉദാഹരണമാണ് സഭയുടെ ഏറ്റവും വലിയ അധികാരസ്ഥാനത്ത് ദൈവമിരുത്തിയ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുന്ന സമയത്ത് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച 9 വയസ്സുകാരൻ തൻ്റെ ജീവിതത്തിൽ അമ്മയുടെ വേർപാട് സമയത്ത് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുന്നിൽ സ്വന്തം പിതാവ് സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു: മോനെ, ഇന്നു മുതൽ നിൻ്റെ അമ്മയാണിത്. നിൻ്റെ ആത്മീയവും ഭൗതികമായ കാര്യങ്ങളിൽ അമ്മ നിനക്കൊരു സഹായമായിരിക്കും. ജീവിതത്തിൽ അന്നു മുതൽ അമ്മയുടെ കരം പിടിച്ച് നടന്ന കരോളിൻ എന്നു പേരുള്ള ആ കൊച്ചുബാലൻ്റെ ജീവിതത്തിൻ്റെ ഇടനാഴികളിൽ പെട്ടെന്ന് സ്വന്തം സഹോദരൻ, ഡോക്ടറായ സഹോദരൻ, രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പകർച്ചവ്യാധി വന്ന് മരിക്കുകയാണ്. പിന്നീട് സ്വന്തം അപ്പൻ്റെ രോഗബാധിതമായ കാലഘട്ടത്ത് പാറമടയിൽ പണിയെടുത്ത് ജീവിക്കുമ്പോഴും തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് സഭയുടെ ഉന്നത പദവിയാകുന്ന മാർപ്പാപ്പയാകുമ്പോഴും 1978 മാർപ്പാപ്പയാകുമ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്: അമ്മേ, പൂർണ്ണമായിട്ടും ഞാൻ അമ്മയുടേതാണ്. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ നാൾ വഴികളിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഈ 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ ആരംഭിക്കുമ്പോൾ ഇതൊരു ധ്യാന രീതിയാണ്, ഇത് വിശുദ്ധിയുടെ മാർഗമാണ്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കൈപിടിച്ചുയർത്തുന്ന സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ജൂലൈ 13 മുതൽ ഓഗസ്റ്റ് 15 വരെ നമ്മൾ ആരംഭിക്കുന്ന ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം ചേരാം. ഇന്നേ ദിവസം വിനയത്തിൻ്റെ മാതൃകയിൽ വളരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ പരിശുദ്ധ അമ്മ വഴി ഈശോ നമുക്ക് ഓരോരുത്തർക്കും ഈ ദിവസം നൽകട്ടെ.